നമസ്കാരം. ക്രിയേറ്റീവ് വ്ളോഗ്സ് ബൈ റാസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർഫോളാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവിടെ പെർഷ്യൻ ബ്ലൂ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സെറൂലിയൻ ബ്ലൂ ഷെയ്ഡാണ് കൊടുക്കുന്നത്. സെറൂലിയൻ ബ്ലൂവിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് കൊടുക്കേണ്ടത്. ലൈറ്റ് ബ്ലൂ ഉണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ബ്ലൂ കൊടുക്കാം. അതിന് പകരം ലൈറ്റ് ബ്ലൂ ഇല്ല എങ്കിൽ സെറൂലിയൻ ബ്ലൂവിൽ ഒരല്പം വൈറ്റ് കൂടി മിക്സ് ചെയ്ത് ലൈറ്റ് ഷെയ്ഡ് ആക്കിയതിന് ശേഷം അതവിടെ കൊടുക്കാവുന്നതാണ്. ഈ 3 കളറും കൊടുത്തതിന് ശേഷം ഞാനൊരു ഡ്രൈ ബ്രഷ് ഉപയോഗിച്ച് ഈ 3 കളറും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ട് സെറൂലിയൻ ബ്ലൂവിൽ നന്നായിട്ട് വൈറ്റ് മിക്സ് ചെയ്ത് അതിൽ നിന്ന് ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടാണ് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ഇതുപോലൊരു മലയൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ ബ്ലാക്ക് കളർ കൊണ്ട് ഫിൽ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ മലയൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ബ്രൗൺ ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ബ്രൗൺ ഷെയ്ഡ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്രൗൺ ഷെയ്ഡിന് വേണ്ടിയിട്ട് റെഡിനോട് അല്പം ഒരു ബ്ലാക്കും കൂടി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബ്രൗൺ ഷെയ്ഡ് ഉപയോഗിച്ച് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സെറൂലിയൻ ബ്ലൂ ഷെയ്ഡ് ഉപയോഗിച്ചാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരച്ചു കൊടുക്കുന്നത്. ഇവിടെ സെറൂലിയൻ ബ്ലൂ കൊടുത്തതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതേപോലെ വൈറ്റ് ഷെയ്ഡ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്രൗൺ ഷെയ്ഡ് ഉപയോഗിച്ച് ഞാൻ ഒന്നും കൂടി ഒന്ന് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ. ഞാൻ ഈ ബ്രഷിൽ വൈറ്റും സെറൂലിയൻ ബ്ലൂവും കൂടെ ഒരുമിച്ച് ഡിപ്പ് ചെയ്ത് ഇവിടെ ഇതിപ്പോൾ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അൾട്രാമറൈൻ ബ്ലൂ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഡാർക്ക് ഗ്രീൻ ഉപയോഗിച്ച് ഈ ബ്ലാക്കിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് ഇലകളൊക്കെ പോലെ തോന്നിക്കുന്ന രീതിയിൽ ഇവിടെ ഒന്ന് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡുമാണ് കൊടുക്കുന്നത്. ഇനി ഈ ഇലയിൽ ഞാൻ ജസ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡും കൂടെ കൊടുത്തൊന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തെടുക്കുവാണ്. ഇവിടെ ആയിട്ട് ഞാനൊരു മരം കൂടി വരച്ചെടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റെഡും ബ്ലാക്കും ആ ഒരു ഷെയ്ഡിൽ ഒരല്പം വൈറ്റും കൂടി മിക്സ് ചെയ്തത് ഈ ഒരു ഷെയ്ഡാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ഷെയ്ഡ് കൊണ്ട് ഞാൻ മരം ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈറ്റ് ഗ്രീൻ കൊണ്ട് ലീഫൊക്കെ വരച്ചെടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് യെല്ലോ ഷെയ്ഡും കൂടി കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം ഞാനിവിടെ നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘം കൂടി വരച്ചെടുക്കുന്നുണ്ട്. വൈറ്റും സെറൂലിയൻ ബ്ലൂ ഷെയ്ഡും കൂടി ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘം കൂടി വരച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.